സൈക്ലിങ്ങിന് മറ്റെന്തിനേക്കാളും അധികം സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയുണ്ട് ദുബായിൽ, കേരള സൈക്ലിസ്റ്റ്. 10 വർഷം മുൻപായിരുന്നു ഇതിന്റെ തുടക്കം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സൈക്ലിംഗ് മത്സരങ്ങളിൽ ഇതിലെ അംഗങ്ങൾ സജീവമാണ്. ഭൂമിയെ പലതവണ ചുറ്റി സഞ്ചരിക്കേണ്ട ദൂരം ഇവരിൽ പലരും സൈക്കിളിൽ സഞ്ചരിച്ചു കഴിഞ്ഞു. വർഷം മുമ്പുണ്ടായ ഞങ്ങളൊരു കൂട്ടായ്മയാണ്. കൂട്ടായ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങളിവിടെ UAE വന്നിട്ടുള്ള ഓരോ റൈഡും സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തർ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെല്ലാം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കണ്ട് അങ്ങനെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ഞങ്ങളില് ഇവിടുന്ന് എല്ലാവരും ഒരുമിച്ച് വീക്ക്ലി 3 to 4 days വീക്കിലി നമ്മൾ റൈഡ് ചെയ്യും. വീക്ക് ഡേയ്സിൽ 1 or 2 days എല്ലാവരുടെ സാഹചര്യം ഒക്കെ പോലെ. പിന്നെ സെക്കൻഡ് വീക്കെൻഡിൽ സാറ്റർഡേ ആൻഡ് സൺഡേ അതാണ് ഞങ്ങളുടെ മെയിൻ റൈഡിങ് ഡേയ്സ്. ഇപ്പോൾ പണ്ടാണെങ്കിൽ അത് തേഴ്സ്ഡേ ഫ്രൈഡേ ആയിരുന്നു. അതാണ് ഞങ്ങളെ റെഗുലർ റൈഡിങ് ഡേയ്സ്. ഞങ്ങൾ മിനിമം 50 കിലോമീറ്റർ തൊട്ടിട്ട് 120 കിലോമീറ്റർ വരെ വീക്കെൻഡ് റൈഡ്സിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്. അതിൽ അഗ്രസീവായിട്ടും മോഡറേറ്റ് ആയിട്ടും രണ്ടും നമ്മൾ ചെയ്യാറുണ്ട്. മോർ ദാൻ പാഷൻ ഒരു ലൈഫ് സ്റ്റൈൽ. അതായത് നമുക്കൊരു ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഒരു വേ ഓഫ് ലിവിങ് ആയി മാറി. അപ്പം നമ്മളൊരു സ്ട്രെസ് റിലീഫറും പിന്നെ നമുക്ക് ജോലിയിൽ നിന്നുള്ള ഒരു ടെൻഷൻസ് ഒക്കെ മാറാൻ വേണ്ടിയുള്ള ഒരു മേഖലയാണ് സൈക്ലിംഗ്. ഇത്രയും ഫെസിലിറ്റീസ് ഉള്ളപ്പോൾ തന്നെ നമ്മളതൊന്ന് യൂസ് ചെയ്യുന്നു. ഈവനിങ് ഒരു 1 hour നമ്മൾ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു മെൻ്റൽ റിലീഫ് കിട്ടുന്നത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് ബേസിക്കലി. ഇപ്പൊ ആൾമോസ്റ്റ് 95,000 സ്ട്രാവ ഞങ്ങളതൊക്കെ ഒരു ആപ്പിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പബ്ലിക്കിന് കാണാം. നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതിനൊരു ആപ്പ് ഉണ്ട്. അപ്പൊ നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റി അതിൽ പബ്ലിക്കിന് കാണാം. അപ്പൊ അങ്ങനെ അതിനകത്ത് റെക്കോർഡായിട്ടുള്ള കിലോമീറ്റേഴ്സ് ആണ് 95,000 കിലോമീറ്റർ. അപ്പൊ നമ്മളുടെ എർത്തിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 40,000. അപ്പൊ 2.5 തവണ എർത്ത് ഇറങ്ങിയതിന്റെ ഈക്വലന്റ് ലെങ്ത് ആണത്. ഞാനിവിടെ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് വരെയുള്ള ദുബായിയുടെ ഡെവലപ്മെന്റും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സൈക്ലിംഗ് ട്രാക്കിലൂടെ കാണുകയാണ്. അത്രയും എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യാനും മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാനും പരമാവധി ശ്രമിക്കും. പിന്നെ ഞങ്ങളുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്ത് വന്നിട്ട് ബാക്കിയുള്ള സമയത്താണ് നമ്മൾ അപ്പം അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജോലി ചെയ്യുമ്പോഴും ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കാനും കൂടിയിട്ടുള്ളൊരു അവസരമാണ്. ബേസിക്കലി ഗവൺമെന്റ് ഭയങ്കര സപ്പോർട്ടാണ് സൈക്ലിങ്ങിന്. കാരണം ഇത്രയും ട്രാക്സ് ഉണ്ടാക്കിയിട്ട് ഓൾമോസ്റ്റ് 700 കിലോമീറ്റേഴ്സ് ആണ് ഇവിടുത്തെ ട്രാക്സ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ വളരെ ഫോർച്ചുനേറ്റ് ആണ് നമ്മുടെ മലയാളീസിന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എല്ലാവരും ഇതിൻ്റെ അകത്തോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യണം. അപ്പം ഞങ്ങൾ 2015 സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് അൽഖുദ്രയിലുള്ള ട്രാക്കും പിന്നെ നാദർ ഷേബിൽ 8 കിലോമീറ്റർ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ തന്നെ കംപ്ലീറ്റ് ഫെസിലിറ്റീസും more and more people are coming into it.
നമ്മുടെ ടൈമിംഗ് ആൻഡ് റെസ്റ്റ് അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന കാരണം പല ഷെഡ്യൂൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമുക്കൊരു ഫ്രീ ആയിട്ട് നമ്മൾ വെൽ റെസ്റ്റഡ് ആണ്, നമുക്കൊരു അറ്റ്ലീസ്റ്റ് 3 times a week ഡ്യൂറിങ് വർക്കിംഗ് ഡേയ്സ് സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ആൻഡ് ഡ്യൂറിങ് ദ വീക്കെൻഡ്സ് യു ക്യാൻ സ്ലൈറ്റ്ലി അഫോർഡ് മോർ ടൈം. നമ്മൾ ലോങ്ങിലായിട്ട് വെച്ചാൽ 2.5 hours 3 hours റൈഡ് അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാജുവലി നമ്മുടെ കാർഡിയോവാസ്കുലർ ഹെൽത്ത് ഒക്കെ നല്ലോണം ഇമ്പ്രൂവ് ചെയ്യും. ഇവിടെ UAE നടക്കുന്ന ഒരുവിധം എല്ലാ മത്സരങ്ങളിലും ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്പിന്നീസിന്റെ റൈഡാണ്. സ്പിന്നീസിന്റെ റൈഡ് UCI ക്വാളിഫൈഡ് റൈഡാണ്. അതിൽ ഞങ്ങളതിൽ തന്നെ 1-2 പേര് അതിൽ ക്വാളിഫിക്കേഷനും കിട്ടിയിട്ടുണ്ട് അവർക്ക്. ഇപ്പൊ ഞങ്ങളെ ടീം അംഗം 7 കൺട്രി അബി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു സൈക്ലിസ്റ്റ് ഉണ്ട്. അപ്പൊ പുള്ളി 4000 kilometer പുള്ളി ചെയ്തു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ മാസം എഡിൻബറോ ലണ്ടൻ എന്നുള്ളൊരു ഇവന്റ്, അത് 1600 kilometer ആണ് ടോട്ടല്. അത് ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്യാൻ പോയി. ബേസിക്കലി നമ്മുടെ കോട്ടയത്ത് ഒരു ക്ലബ്ബുണ്ട്, കോട്ടയം എൻട്രൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ അതിന്റെ ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പറാണ്. നമുക്ക് ഇയർലി വൺസ് ഒരു ഇവന്റ് ഉണ്ട്, ടൂർ ഓഫ് തേക്കടി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കോട്ടയത്ത് നിന്ന് തേക്കടി വരെ 165 kilometers ഓഫ് റൈഡിങ്, 3500 meters ഓഫ് എലിവേഷൻ, ഫുൾ ക്ലൈംബും നമ്മുടെ നാട്ടിലത്തെ ആ ഒരു നാച്ചുറൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ എവറി ഇയർ ചെയ്യുന്ന ഇവന്റാണ്. ഇവിടുന്ന് ആക്ച്വലി നമ്മുടെ കുറെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും നമ്മൾ പോകാറുണ്ട്. എവറി ഇയർ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട്. ലാസ്റ്റ് ഇയർ ഓൾമോസ്റ്റ് 5 ആൾക്കാർ ഇവിടുന്ന് പോയി. ഓൾമോസ്റ്റ് 350 റൈഡേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഞങ്ങള് ഇതിൽ കുറെ റിസ്ക് സൈഡ് ഉള്ളത് കാരണം പലട്ടോണായിട്ട് റൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ലോങ് റൈഡൊക്കെ ചെയ്യുന്ന സമയത്ത് പലരും പല കപ്പാസിറ്റി ആയിരിക്കും. ഇപ്പൊ ഞങ്ങള് വർഷങ്ങളായിട്ട് ഞങ്ങൾ ട്യൂൺഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ തന്നെയാണ് റൈഡ് ചെയ്യാറ്. പുറത്തുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈസി അല്ല പെട്ടെന്ന് ഞങ്ങളുടെ ആ ഒരു റിതത്തിൽ വരാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് മോസ്റ്റ്ലി റൈഡ് ചെയ്യാറ്.